ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. ലാവ്ലിൻ കേസിൽ ശിക്ഷ അനുഭവിച്ചത് താനെന്ന് വി.എസ്. അച്യുതാനന്ദൻ. CAG റിപ്പോർട്ട് ശരിയാണെന്ന് പറഞ്ഞതിന് തന്നെ PBയിൽ നിന്ന് പുറത്താക്കി. പറഞ്ഞു അതനുസരിച്ച് എന്നെയാണ് ശിക്ഷിച്ചത്. അതിനു പകരം പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തത് കുറ്റവാളിയായിട്ട് CNDG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നയാളിനെയാണ് അവരെടുത്തത്. പോളിറ്റ് ബ്യൂറോ എടുത്തത്. CAG കുറ്റവാളി എന്ന് പറഞ്ഞയാളെ PBയിൽ എടുത്തു. TP വധം രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്നും VS മീഡിയ വണ്ണിനോട്. ജസ്വന്ത് സിംഗിന് BJP സീറ്റ് നിഷേധിച്ചു. രാജസ്ഥാനിലെ ബാമറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ജസ്വന്ത്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് സാഖാ പ്രഥമൻ പാത്രിയാർക്കീസ് ബാവ അന്തരിച്ചു. അന്ത്യം ജർമ്മനിയിൽ. സർക്കാരിന്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ. രജിസ്ട്രേഷനും കാർഡ് പുതുക്കലും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി. 36 ലക്ഷത്തോളം ഉപഭോക്താക്കൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും. നടപടി സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനെന്ന് ആരോപണം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. T20 ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 131 റൺസ് വിജയലക്ഷ്യം. അമിത് മിശ്രയ്ക്ക് 2 വിക്കറ്റ്. SNC ലാവ്ലിൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് താനാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം V.S. അച്യുതാനന്ദൻ. CAG റിപ്പോർട്ട് ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. ലാവ്ലിൻ കേസിലെ കോടതി വിധിയെ മാനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുകളിൽ കോടതികളുണ്ടല്ലോ എന്ന് താൻ അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന് VS മീഡിയ വണ്ണിന്റെ വ്യൂ പോയിന്റിൽ പറഞ്ഞു. SNC ലാവ്ലിൻ്റെ പറഞ്ഞു അതനുസരിച്ച് എന്നെയാണ് ശിക്ഷിച്ചത്. അതിനു പകരം പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തത് കുറ്റവാളിയായിട്ട് CNDG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നയാളിനെയാണ് അവരെടുത്തത്. പോളിറ്റ് ബ്യൂറോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് കീഴ്ക്കോടതി അത് സംബന്ധിച്ച് അന്വേഷണം ശരിക്കും നടത്തി കുറ്റവാളികൾക്കെതിരായ ശിക്ഷാ നടപടികൾ എടുക്കാൻ തുനിയാതെ അവരെ മുഴുവൻ വെറുതെ വിട്ടപ്പോൾ കുറ്റവാളികൾ നിരപരാധികളാണെന്നല്ലേ വന്നിരിക്കുന്നത്. നിരപരാധികളാണെന്നൊരു കോടതി, കീഴ്ക്കോടതി ആവട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴും കുറ്റവാളികളാണെന്ന് പറയണോ? നിരപരാധികളാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ശരി, ഞാൻ എൻ്റെ ആക്ഷേപം പിൻവലിക്കുന്നു. മുകളിലും കോടതിയുണ്ടല്ലോ എന്നൊരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. TP വധം രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് VS. യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് രമ തനിക്കെതിരെ രംഗത്ത് വന്നത്. UDF സർക്കാർ ചന്ദ്രശേഖരന് സംരക്ഷണം നൽകാതിരുന്നത് RMPയുടെ വളർച്ച തടയാനാണെന്നും മീഡിയ വണ്ണിന്റെ വ്യൂ പോയിന്റിൽ VS പറഞ്ഞു. ഒരാൾ RMP, മറ്റൊരാൾ CPIM അംഗമായിരുന്ന ഒരാള് RMPക്കാരനെ വകവരുത്തുകയാണ്. ഇതെങ്ങനെ വ്യക്തിപരമായ ആണെന്ന് പറയുന്നത്? അതുകൊണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതാണ് ശരി. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ്. V.S. അച്യുതാനന്ദനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 10-ന് സംപ്രേഷണം ചെയ്യും. അഴിമതി ആരോപിക്കപ്പെടുന്ന SNC ലാവ്ലിൻ ഇടപാടിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സംശയത്തിന്റെ നിഴലിൽ തുടരുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് V.S. അച്യുതാനന്ദൻ മീഡിയ വണ്ണിന്റെ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുന്നു. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM ലോറൻസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് എന്നിവർ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. RMP നേതാവ് ഡോക്ടർ ആസാദിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം MM ലോറൻസിലേക്ക്. ശ്രീ MM ലോറൻസ്, ഇന്നലെ RMP UDFന്റെ വാലായി പ്രവർത്തിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയാണ് RMP ചെയ്യുന്നത്, രമ ചെയ്യുന്നത് എന്ന് കുറ്റപ്പെടുത്തി പാർട്ടി TP ചന്ദ്രശേഖരൻ വധക്കേസിലെടുത്ത നടപടിയിൽ താൻ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറഞ്ഞ V.S. അച്യുതാനന്ദൻ ഇന്ന് ലാവ്ലിൻ കേസിൽ താനാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശിക്ഷയ്ക്ക് വിധേയനായത്, കുറ്റവാളി എന്ന് കരുതപ്പെടുന്നയാൾ PB അംഗമാക്കുകയാണ് പാർട്ടി ചെയ്തത് എന്ന് ആരോപിക്കുന്നു. എന്താണ് V.S. അച്യുതാനന്ദന്റെ ഈ തുറന്നു പറച്ചിലുകളിൽ നിന്ന് പാർട്ടി മനസ്സിലാക്കുന്നത്? പാർട്ടിയിൽ ഈ രൂപത്തിലൊരു ചർച്ച നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൽ പിന്നെയും വരുന്ന മാറ്റങ്ങൾ അത് സംബന്ധിച്ചൊരു ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തികളുടെ അഭിപ്രായം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രമേ സഹായമാവുള്ളൂ. ഏതായാലും അച്യുതാനന്ദൻ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യത്തെ ഞാൻ സ്വാധീനം ചെയ്തു. അതായത് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് അംഗീകരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അവനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് നല്ലതാണ്. അത് പാർട്ടിയുടെ ഐക്യം ശക്തിപ്പെടുത്താൻ ഇടയാക്കി തീർക്കും.
LDFിനെയും കൂടുതൽ ശക്തമാക്കി തീർക്കും, UDFിനെ അത് കൂടുതൽ ക്ഷീണം ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് അച്യുതാനന്ദൻ ആ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മറിച്ച് പറഞ്ഞായിട്ടാണ് നിങ്ങൾ പറയുന്നതായിട്ട്. ഇപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ശ്രീ എം ലോറൻസ്, SNC ലാവ്ലിൻ കേസിൽ CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ വ്യക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടിനെ മുൻകാലത്തും VS അച്യുതാനന്ദൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇപ്പോൾ SNC ലാവ്ലിൻ കേസിൽ താനാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശിക്ഷയ്ക്ക് വിധേയനായത് എന്ന് തുറന്നു പറയുമ്പോൾ അത് CPIഎമ്മിനെയും LDFിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് നേരത്തെ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ കേട്ട കാര്യത്തെപ്പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലമൊന്നും പറയുന്നില്ല. അതേപ്പറ്റി പാർട്ടി വിലയിരുത്തട്ടെ. ഞാൻ എൻ്റേതായിട്ട് വിലയിരുത്തൽ നടത്തിക്കൊണ്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. റൈറ്റ്. KJ ജേക്കബിലേക്ക്. ശ്രീ KJ ജേക്കബ്, താങ്കൾ എങ്ങനെ കാണുന്നു VS അച്യുതാനന്ദൻ്റെ പ്രസ്താവനകളെ? ഇന്നലെ അദ്ദേഹം തീർത്തും പാർട്ടിക്ക് വിധേയനാണ് എന്ന സൂചനയാണ് നൽകിയത്. പാർട്ടി എടുത്ത നടപടികളിലൊക്കെ പൂർണ്ണ തൃപ്തനാണ്. പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടേണ്ട കാര്യമില്ല എന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും അഴിമതി കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് എന്ന് സൂചിപ്പിക്കും വിധത്തിൽ സംസാരിക്കുന്നു. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു VSൻ്റെ ഇത്തരം നിലപാടുകളെ? മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. VS അച്യുതാനന്ദന് കേരളത്തിൻ്റെ പൊളിറ്റിക്സിലുള്ള സ്പേസ് എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുള്ള കുറേ ആൾക്കാരും പാർട്ടിക്ക് പുറത്ത് ഇടതുപക്ഷ നയങ്ങളോട് താല്പര്യമുള്ള VS അച്യുതാനന്ദനാണ് ശരിയായ ഇടതുപക്ഷക്കാരനെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് VS അച്യുതാനന്ദൻ്റെ ഓഡിയൻസ്. 2001 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ടും പിന്നെ മുഖ്യമന്ത്രിയായിട്ടും ഈ കാലം മുഴുവൻ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി VS അച്യുതാനന്ദൻ നേടിയെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുണ്ട്. അവർ വിചാരിക്കുന്നത് CPIഎമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിന് വലതു വ്യതിയാനം വന്നിട്ടുണ്ട്, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, VS അച്യുതാനന്ദൻ മാത്രമാണ് ശരിയായ ഇടതുപക്ഷ നയങ്ങൾ പിന്തുടരുന്നത് ആൾ എന്നൊരു തോന്നൽ അവരിടയ്ക്കുണ്ട്. അവരുടെ നേതാവാണ് VS അച്യുതാനന്ദൻ. ഇന്നലത്തെ പ്രസ്താവന വഴി VS അച്യുതാനന്ദൻ ശരിക്കും അവരിൽ നിന്നും അകന്ന ഒരു ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ VSൻ്റെ പ്രസ്താവന ഉണ്ടാക്കിയ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. അത് VSനെ 52ാമത്തെ വെട്ടാണെന്ന് രമ പറഞ്ഞു. VS അച്യുതാനന്ദൻ വഞ്ചകനാണെന്ന് തരത്തിലുള്ള വർത്തമാനം സോഷ്യൽ മീഡിയയിലൊക്കെ നിരത്തി വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് VS അച്യുതാനന്ദൻ ഈ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ഇമേജ് പെട്ടെന്ന് തകരുന്നത് പോലെ ഒരവസ്ഥ VSന് വന്നിട്ടുണ്ടായിരിക്കണം. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. വീണ്ടും പാർട്ടിയിലെ റിബലാണ് താൻ എന്നുള്ള സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം ഇന്ന് ഈ പ്രസ്താവന ചെയ്തിട്ടുണ്ടാവുക. ശ്രീ എം ലോറൻസ്, താങ്കൾ പറയുന്നു VSൻ്റെ ഇന്നത്തെ നിലപാടുകളോട് പ്രതികരിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്. VSൻ്റേത് ഇത് ഇന്നത്തെ മാത്രം നിലപാടല്ല. SNC ലാവ്ലിൻ കേസിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതിനൊരു പ്രധാന കാരണമായി ഉന്നയിക്കപ്പെട്ടത് SNC ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ താൻ പങ്കാളിയാവില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ നിന്ന് താൻ ഒട്ടും മാറിയിട്ടില്ല. അതേസമയം പാർട്ടിക്ക് വിധേയനായി തുടരാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നൊരു സൂചന ഇന്നലത്തെ പ്രസ്താവനയിലൂടെ അദ്ദേഹം നൽകുകയും ചെയ്യുന്നു. പിണറായി വിജയനെതിരായ ആരോപണത്തിൽ ഇപ്പോഴും സത്യമുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് VS ചെയ്യുന്നത് ഇന്നത്തെ പ്രസ്താവനയിലൂടെ. അത് ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ CPIഎമ്മിന് എത്രത്തോളം വലിയ തലവേദന ഉണ്ടാക്കും? മറിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരേ കാര്യത്തെപ്പറ്റി തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിധത്തിൽ ഒരാൾ എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളായാലും കൊള്ളാം, പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പറയുന്നതിന് വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതുണ്ടായിത്തീരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ. ഇന്ന് എന്തെല്ലാം പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ പറയണേ, മറിച്ചും തിരിച്ചും പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അനുഭവം അതായിരിക്കും ആരായാലും. VSൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും ഇത്തരം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ എം ലോറൻസ്, അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകളുടെ വിശ്വാസം തകരാൻ മാത്രമേ ഇടവരുത്തുകയുള്ളൂ. ഒരു ഉറച്ച നിലപാടില്ല അദ്ദേഹത്തിന് എന്ന ധാരണയും ഉണ്ടാവാൻ ഇടവരും. ഇതാണ് ഞാൻ കാണുന്നത്.
എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഈ രൂപത്തിലുള്ള മാറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലാണ്, ഒരു നിസ്സാര കാര്യമല്ലല്ലോ. ആ മാറ്റമാണെങ്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിധത്തിലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ ആളെപ്പറ്റിയുള്ള മതിപ്പ് കുറയാനാണ് ഇടവരുത്തുക. അതേ എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. റൈറ്റ്. ഡോക്ടർ ആസാദ്, ഇന്നലെ RMPക്കെതിരെ ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ RMPക്കെതിരെ VS നടത്തിയ പരാമർശങ്ങൾ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിലെ തൻ്റെ നിലപാടിൽ താൻ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന സൂചനയുമായി VS രംഗത്ത് വരുമ്പോൾ സ്വന്തം വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ അദ്ദേഹം നടത്തുന്നൊരു ശ്രമമായാണോ RMP ഇതിനെ കാണുന്നത്? അല്ല, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സഖാവ് VS അച്യുതാനന്ദൻ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി CPMന് വേണ്ടി രംഗത്തുണ്ട് താനും. ഈ ഒരു സന്ദർഭത്തിൽ RMP ഒഞ്ചിയത്ത് CPMന് പേടിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മറ്റിടങ്ങളിലും RMP ആളുകളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ LDFൽ CPMനുമൊക്കെ RMPയെ വലതുപക്ഷത്തിൻ്റെ വാലായിട്ടും UDFന് ഇടതുപക്ഷത്തിൻ്റെ വാലായിട്ടും തോന്നുക സ്വാഭാവികമാണ്. അത് രണ്ടും ശരിയല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ ആളുകൾക്ക് ബോധ്യമാവുള്ളൂ. പക്ഷെ അതിനപ്പുറം കടന്ന് VS അച്യുതാനന്ദൻ തൻ്റെ ഏതെങ്കിലും നിലപാടുകൾ മാറ്റാൻ തയ്യാറായില്ല എന്ന് ഉറപ്പിക്കുകയായിരിക്കും ഒരുപക്ഷെ ഇന്ന് ചെയ്തിട്ടുണ്ടാവുക. ഇന്നലെ പറഞ്ഞതിൽ ഒരു വ്യക്തത വരുത്താൻ ഇന്ന് ഞാനൊരു ചാനൽ കണ്ടത് സത്യത്തിൽ TP ചന്ദ്രശേഖരനെ വധിച്ചത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് ഇന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇന്നലെ ഒരുതരം വഴുപ്പൻ കളി കളിച്ചു എന്ന് പൊതുസമൂഹത്തിന് തോന്നിയതും പൊതുസമൂഹത്തിനകത്ത് ഉയർന്ന വിമർശനങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷെ തന്റെ നിലപാട് ഈ കൂടുതൽ സംശയങ്ങൾ നൽകുന്നു എന്നത് മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ VS അച്യുതാനന്ദൻ ഇത് TP ചന്ദ്രശേഖരനെ വധിച്ചത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടി എടുത്ത നടപടിയിൽ അദ്ദേഹം തൃപ്തനാണ് എന്ന് സൂചിപ്പിക്കുന്നു. തൻ്റെ നിലപാടുകൾ തൻ്റെ പാർട്ടിയെ തന്നെ ആക്രമിക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് താൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, പാർട്ടിയെ ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത് മറ്റാരുമല്ലല്ലോ. പാർട്ടിയെ ആക്രമിക്കുന്നത് VS അച്യുതാനന്ദൻ തന്നെയല്ലേ. അപ്പം അത് പറയുന്നതിൽ എത്ര പ്രയാസം? പാർട്ടിയുടെ നിലപാടല്ല തനിക്ക് എന്ന് ഇന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം എന്നാണ് പാർട്ടി സ്റ്റാൻഡ്. ലാവ്ലിൻ കേസിലാണെങ്കിൽ അഴിമതി വളരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, CAG റിപ്പോർട്ട് സംബന്ധിച്ച് അത്ര ഒരു അഴിമതി നടത്തിയെന്ന ആരോപണമില്ല എന്നൊക്കെയാണ് CPM വിശദീകരിക്കുന്നത്. പക്ഷെ CAG റിപ്പോർട്ട് CAG ആണ് പറഞ്ഞത് അഴിമതി നടന്നു എന്ന് VS ആവർത്തിച്ച് പറയുന്നു. അത്തരം സന്ദർഭത്തിൽ ഒരു കോടതി വിധി വന്നതുകൊണ്ട് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ വിധി അംഗീകരിച്ചുകൊണ്ട് അഴിമതി നടന്നിട്ടില്ല എന്ന് പറയാൻ VS ഒരുക്കമാണ്. എന്നാൽ അതിനപ്പുറമുള്ള ഇനി ഏതെങ്കിലും കോടതി വരുമ്പോൾ അത് തിരിച്ചു പറയാനും VSന് മടിയില്ല എന്നാണല്ലോ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത്. ഇതിനർത്ഥം പാർട്ടിയിൽ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ഒരേ സമയം വിമർശനം ഉന്നയിക്കുകയും എന്നാൽ തൽക്കാലത്തേക്ക് പാർട്ടി പറഞ്ഞതിനടുത്ത് നിൽക്കുന്നു എന്ന് ആരൊക്കെയോ ബോധ്യപ്പെടുത്താൻ ഉള്ള തത്രപ്പാടും ഇതല്ലേ നമ്മൾ കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് കടന്ന് എന്ത് ഗുണപരമായ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്? അത് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ MM ലോറൻസ് ചൂണ്ടിക്കാണിച്ച കാര്യം, ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് VSന്റെ വിശ്വാസ്യതയെ തന്നെയല്ലേ ബാധിക്കുക? VS ആണ് ശരി എന്ന് വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അത് എത്രത്തോളം നിരാശയിലായിരിക്കും കൊണ്ടുചെന്നാഴ്ത്തുക? അല്ല, അവിടെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. VS ആണ് ശരി എന്ന് RMP പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ RMP അങ്ങനെ ധരിക്കുന്നുമില്ല. ഇപ്പോൾ VS പറയുന്നതിലെ ശരികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, ആ ശരിയെ പിന്തുണച്ചിട്ടുണ്ട്, അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അല്ലാതെ VS പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ VS ശരി പറയുന്ന ഒരാൾ മാത്രമാണ് എന്നുള്ള ധാരണ RMPക്കില്ല. പക്ഷേ VSന് ധാരാളം ആരാധകർ നമ്മുടെ നാട്ടിലുണ്ട്. VSന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപക്ഷെ വളരെ പഴയ കാലം തൊട്ടുള്ള ആരാധകരല്ല VSനുള്ളത്. കഴിഞ്ഞ 10-15 വർഷമായി പുതിയതായി വന്ന ഒരു ആരാധക വൃന്ദമാണ്. അതിന് മുമ്പുള്ളവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ VSനെ കുറെ കൂടി മുൻകാലങ്ങളിൽ തൊട്ട് അറിയാമെങ്കിൽ VSന്റെ നിലപാടുകളിൽ അങ്ങനെ ഒരു വലിയ ഭക്തിയൊന്നും തോന്നി ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല. VS ഓരോ സന്ദർഭത്തിലും രാഷ്ട്രീയ സന്ദർഭത്തിലും VS ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായ പ്രതിസന്ധികളെ മറികടക്കാൻ ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് പറയുമ്പോൾ ഇന്ന് CPM നേരിടുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്കുള്ള പങ്കാളിത്തം സംബന്ധിച്ച ആരോപണമാണ്.
പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ VSന് കിട്ടുന്ന ഏറ്റവും നല്ല ആയുധവും അതാണ്. അത് അദ്ദേഹം മുൻകാലങ്ങളിൽ വളരെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. KK രമ നിരാഹാര സത്യാഗ്രഹം ഇരുന്നപ്പോൾ രമയുടെ ആവശ്യം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തെഴുതുക വഴി പാർട്ടിയെ തന്നെ അദ്ദേഹം പ്രതിരോധത്തിലാക്കിയിരുന്നു. ആ നിലപാടിൽ നിന്ന് പെട്ടെന്ന് മാറിക്കൊണ്ട് അദ്ദേഹം RMPയെ രൂക്ഷമായി വിമർശിക്കുന്നു, KK രമയെ വിമർശിക്കുന്നു. അതിനുശേഷമാണ് പൊടുന്നനെ ലാവ്ലിൻ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിലെ വൈരുദ്ധ്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് VS ഈ തരത്തിലൊരു നിലപാടെടുക്കുന്നത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കണം, പാർട്ടിയെ വിമർശിക്കണം എന്നൊക്കെ പറയാൻ VS പാർട്ടിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളൊന്നുമല്ലല്ലോ. പാർട്ടിക്കകത്ത് അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലല്ലോ. പക്ഷേ VS എന്നിട്ടും അത്തരം നിലപാടെടുക്കുന്നത് ചില പ്രത്യേക തൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ പ്രതിസന്ധികളെയോ പ്രത്യയശാസ്ത്രപരമായ ചില പ്രതിസന്ധികളിലോ താൻ എന്തോ ഒരു ഉദ്ദേശിച്ച് നടപ്പാക്കാൻ വേണ്ടിയുള്ളൊരു യത്നമല്ലേ? തൻ്റെ പ്രതിസന്ധികൾ മാറിക്കെട്ടാൻ, അതിനെ അതിജീവിക്കാനായിരിക്കുമല്ലോ വ്യത്യസ്തമായൊരു അഭിപ്രായത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഈ സന്ദർഭത്തിലും RMPയെ തള്ളി പറയുമ്പോഴും മറ്റു നിലപാടുകൾ എടുക്കുമ്പോഴും VS മറ്റൊന്ന് കണക്ക് കൂട്ടുന്നുണ്ടാവും. അതെന്താണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ എല്ലാ കാലത്തേക്കും CPMനെതിരായി പറയുന്ന ഒരാളാണ് VS എന്നോ CPMനെതിരായി സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് VS എന്നോ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ താൽക്കാലികമായ ചില ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഉദ്ദേശത്തിന് വേണ്ടി ചിലപ്പോൾ, അതാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഇയാൾ രാമചന്ദ്രനെ പ്രതിയാക്കിയപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട്, പുറത്തു വരാത്തൊരു അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ സംതൃപ്തനാണ് VS എന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ ആരെയോ കളിയാക്കുന്ന പോലെയല്ലേ? സത്യത്തിൽ ഫയാസ് താങ്കൾ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ ഫയാസ് എന്തിനാണ് ജയിലിൽ വന്നത്, എന്താണ് പ്രതികളും പാർട്ടിയും ഫയാസും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എടുത്തിട്ടത് VS ആണ്. ആ പറഞ്ഞ VS തന്നെ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സംതൃപ്തനാണ് എങ്കിൽ, ഞാൻ മുമ്പൊരിക്കലും ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു VSനെ യഥാർത്ഥത്തിൽ ആ കേസിൽ വിസ്തരിക്കേണ്ടതാണെന്ന്. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു സംഗതിയാണ്. VS എന്ന് പറയുന്നത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അത്തരം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആദ്യമായി പറഞ്ഞത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഇതിനകത്ത് CPMന് പങ്കില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് VS ആണ്. ആ VS പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാക്ഷിമൊഴി നൽകാൻ തയ്യാറാണ് എങ്കിൽ അത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ പോലും ജേക്കബ്, ഇവിടെ ആസാദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തൽക്കാലത്തേക്കുള്ള പ്രതിസന്ധികൾ മറികടക്കുക എന്ന ലക്ഷ്യം, അതാണോ VSന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണത്. കാരണം ഇന്നലത്തെ നിലപാടിൽ കൂടി VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPMൽ ഒരു വിമതനാണ് അദ്ദേഹം. കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ കൂടി രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ പൊതുസമൂഹവും CPMും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണെന്നൊരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് വിചാരണ കോടതി അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. പിണറായി വിജയൻ ഇപ്പോൾ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിന് വലിയ സംശയമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ TP വധത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇപ്പോഴും പാർട്ടി നിലപാടുണ്ടെങ്കിലും, പാർട്ടി അന്വേഷണ കമ്മീഷൻ ഒരു നിലപാടിലെത്തിയെങ്കിലും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സംശയം ലാവ്ലിൻ കേസിലായാലും TP വധക്കേസിലായാലും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരാൾ VS അച്യുതാനന്ദനായിരുന്നു. ആ പ്രശ്നം ഇപ്പോഴും റിസോൾവ് ആയി എന്നെനിക്ക് തോന്നുന്നില്ല. ആ പ്രശ്നം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പിന്തുണയുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ VS അച്യുതാനന്ദൻ തനി പാർട്ടിക്കാരനായി മാറി എല്ലാ പാർട്ടി നിലപാടുകളോടും ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു എന്ന് വന്നു കഴിയുമ്പോൾ പൊതുസമൂഹത്തിന് പ്രശ്നം അവിടെ നിലനിൽക്കുന്നു, അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ്റെ പ്രസക്തി ഇല്ലാതാക്കുകയും ഒരു വേള ചിലപ്പോൾ RMPയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് പോലും ഈ സ്പേസിലേക്ക് വരാനുള്ളൊരവസ്ഥ ഉണ്ടായെന്നിരിക്കും. ആ അവസ്ഥ എന്ന് പറയുന്നത് VSനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ VS റിവോൾട്ട് ചെയ്യുന്നത് CPMന് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പൊതുസമൂഹവും CPMും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥനാണ് VSൻ്റെ രാഷ്ട്രീയം എന്നും അതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPMൻ്റെ ഔദ്യോഗിക നേതൃത്വത്തെ എപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, താനാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാരനെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. നമ്മൾ 2006-ലും 2011-ലും ഉള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളിത് കണ്ടതാണ്.
വി എസ് അച്യുതാനന്ദന് പ്രധാനപ്പെട്ട റോളുണ്ട് എന്ന് കാണുമ്പോൾ ഈ ആൾക്കാരെല്ലാം CPM-ൻ്റെ ഒപ്പം നിൽക്കും. 2009 പാർലമെൻറ്റ് ഇലക്ഷനിലും 2010 പഞ്ചായത്ത് ഇലക്ഷനിലും ശരിക്കും CPM-ൽ വി എസ് അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. അന്ന് റിസൾട്ട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ CPM-ന് 4 സീറ്റാണ് കിട്ടിയത്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ CPM പല ഭാഗത്തും തകർന്നടിഞ്ഞു. അതായത് യഥാർത്ഥ ഇടതുപക്ഷക്കാരൻ താനാണ് എന്നുള്ള ഒരു ഓറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അച്യുതാനന്ദൻ ഇന്നും വിജയിച്ചിരുന്നു. ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി അത് പോകും എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ മാധ്യമ പ്രസ്താവനകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയ റിയാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം കൊണ്ട് രമയുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ RMPയുടെ പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നു. അവർ എത്തിച്ചേർന്നത് CPM-നെ കുറിച്ച് പൊതുസമൂഹത്തിലുള്ള സംശയം ഞങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള മട്ടിലേക്ക് അവർ മാറി. വി എസ് അച്യുതാനന്ദൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകും. ഇന്നത്തെ പ്രസ്താവന അതിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ശ്രീ MM ലോറൻസ്, അവിടെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നേതാവ് എന്ന നിലയിൽ നിന്ന് മാറി പാർട്ടിക്ക് വേണ്ടി സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവ് എന്ന ഒരു അടവ് നയം VS-ൻ്റെ പ്രസ്താവനയിൽ താങ്കൾ ദർശിക്കുന്നുണ്ടോ? അല്ല, പാർട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമല്ലല്ലോ. പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന വമ്പിച്ചൊരു ഭാഗം ആൾ വേറെ ഉണ്ടല്ലോ. അവർ കൂടി അംഗീകരിക്കേണ്ടത്. ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ പാർട്ടിക്ക് വേണ്ടിയാവോ എല്ലാ കാര്യവും? ആവില്ല. അപ്പം അങ്ങനെ ആ രൂപത്തിൽ മാത്രം ചുരുങ്ങി ചിന്തിക്കാൻ പറ്റിയ ഒരാളല്ല VS എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരസ്പര വിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെതായൊരു നിഗമനം ഉണ്ടാവാം. അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. MM ലോറൻസ്, അത് പറയുമ്പോൾ തന്നെ ഇന്നലെ അദ്ദേഹം കൃത്യമായി തന്നെ പാർട്ടിക്ക് വിധേയനാണ് ഞാൻ, പാർട്ടി എടുത്ത നടപടികളിൽ പൂർണ്ണ തൃപ്തനാണ് ഞാൻ, പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചത്. ഇന്നും അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ മുഴുവൻ ഭാഗം SNC ലാവ്ലിൻ കേസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭാഗങ്ങളിൽ അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. താൻ സ്വീകരിച്ച നിലപാടുകൾ, എൻ്റെ നിലപാടുകൾ എൻ്റെ പാർട്ടിയെ തന്നെ ആക്രമിക്കാനുള്ള ആയുധമായി എതിരാളികൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്, ഞാൻ പാർട്ടിക്കൊപ്പമാണ്, എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം SNC ലാവ്ലിൻ കേസിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. പിണറായി വിജയനുമായുള്ള അഭിപ്രായ ഭിന്നത തനിക്കിപ്പോഴും ഉണ്ട് എന്ന സൂചന മാത്രം നൽകിക്കൊണ്ട്, എന്നാൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും താൻ എന്ന് പാർട്ടി പ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറയുകയാണോ VS ചെയ്യുന്നത്? അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ലാവ്ലിൻ കേസ് സംബന്ധിച്ച് പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടിയുടെ സുപ്രീം ബോഡിയാണ് കേന്ദ്ര കമ്മിറ്റി. ആ കേന്ദ്ര കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് പോളിറ്റ് ബ്യൂറോ. കേന്ദ്ര കമ്മിറ്റിക്ക് താഴെയാണ് യഥാർത്ഥത്തിൽ പോളിറ്റ് ബ്യൂറോ. പക്ഷേ ഫലത്തിൽ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ടോ ഇല്ലെന്നാണ് പ്രശ്നം. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ പിന്നെ സംശയരഹിതമായിട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ചെടുത്ത നിലപാട് ലാവ്ലിൻ കേസ് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഒന്നാണ് എന്ന് തന്നെയാണ്. അത് അംഗീകരിക്കുന്നില്ല, അടിസ്ഥാനമില്ലാത്തതാണ്. അത് അംഗീകരിക്കാതെ കണ്ട് അതിന് ഘടകവിരുദ്ധമായിട്ട് പറയുമ്പോൾ താൻ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്, പാർട്ടി നിലപാടിലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആൾ തയ്യാറാകുമോ? എങ്ങനെയാവുക? അതിൽ വൈരുദ്ധ്യമില്ലേ? ശ്രീ ലോറൻസ്, സ്വാഭാവികമായും പാർട്ടിക്ക് VS-ൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന വീണ്ടും ചർച്ച ചെയ്യേണ്ടതായി വരും. കേന്ദ്ര കമ്മിറ്റി സുവ്യക്തമായൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തതിനാൽ. അത് നേരത്തെ സുവ്യക്തമായ നിലപാട് നേരത്തെ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയേണ്ടായത്. ഞാൻ കേട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ആ നിലപാട് പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാടിൽ താൻ നിൽക്കുന്നില്ലെന്ന് തന്നെയല്ലേ? അതിനെപ്പറ്റി കൂടുതൽ വാദപ്രയോഗത്തിന് എന്താ പ്രസക്തിയിരിക്കുന്നത്? പാർട്ടി നിലപാട് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നാണ് പ്രഖ്യാപനമായിട്ട് വരുന്നത്. അപ്പോൾ അത് VS തന്നെ കുറേ കൂടി വ്യക്തത ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്. ഡോക്ടർ ആസാദ്, TP വധക്കേസിൽ നിന്ന് ലാവ്ലിൻ കേസിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ VS അച്യുതാനന്ദൻ കാണിക്കുന്ന ഒരു തന്ത്രം, അതായിട്ട് ഇതിനെ RMP കാണുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നും നമ്മളതിനെ കാണണ്ട. പക്ഷേ ഇപ്പോൾ ലോറൻസ് പറഞ്ഞ പോലെ പാർട്ടിയുടെ നേതാക്കളും മാത്രമുള്ളൊരു ലോകമാണെങ്കിൽ പാർട്ടി പറഞ്ഞതിന് കീഴ്പ്പെട്ട് മാത്രം ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ പാർട്ടിക്കും
ഈ നേതാക്കന്മാർക്കുമൊക്കെ ഇടയിൽ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ലാവ്ലിൻ കേസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, ലാവ്ലിൻ അഴിമതി നടന്നിട്ടില്ല. അത് ജനങ്ങൾ വിശ്വസിക്കണം, മാധ്യമങ്ങൾ വിശ്വസിക്കണം, നിയമവ്യവസ്ഥ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ CAG റിപ്പോർട്ടിൽ പറയുന്ന അഴിമതി, അത് അല്ലെങ്കിൽ ആ അഴിമതി പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിനെങ്കിൽ ആ പണം എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾക്കുണ്ട്. അത് എവിടെ പോയി ഇത് കണ്ടെത്താൻ വേണ്ടി അന്വേഷണം ഏർപ്പെടുത്തണം, അത് അന്വേഷിക്കണമെന്ന് പറയാനുള്ള ബാധ്യത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അത് ചെയ്യാതെ ഇപ്പോൾ ബെസ്റ്റ് ബേക്കറി കേസ് മുതൽ അല്ലെങ്കിൽ ഒരുപാട് കേസുകളിൽ നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ വംശഹത്യയെ സംബന്ധിച്ച് നരേന്ദ്രമോദി വിശുദ്ധനായി തീർന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത്തരത്തിൽ എത്രയേറെ കേസുകൾ, ബോഫോഴ്സ് കേസ്, നമുക്കിപ്പോൾ കേസില്ല എന്നുള്ളത് കൊണ്ട് അഴിമതി നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? പക്ഷേ അത് അത്ര പോലുമല്ല. ഇത് ലാവ്ലിൻ കേസിൽ അപ്പീൽ വന്നിരിക്കുകയാണ്, അത് മേലെ കോടതികളിൽ വരാൻ പോവുകയാണ്. മാത്രമല്ല ഈ ബാലാനന്ദനെ പോലെ ഒരാൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഈ ബാലാനന്ദൻ കൊടുത്ത റിപ്പോർട്ട് പോലും അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നത് പൊതുസമൂഹത്തിന് മുന്നിലല്ല, പാർട്ടിക്ക് മുന്നിൽ പിണറായിയെ കുറ്റക്കാരനാക്കുന്നുണ്ടല്ലോ. അതിലെന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതിലെന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? അത്തരത്തിലുള്ള ഒട്ടേറെ വിഷയം അത് പൊതുസമൂഹത്തിൻ്റെ അല്ല, പാർട്ടിക്കകത്ത പ്രശ്നം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകന് ചില കാര്യങ്ങൾ തീരുമാനിക്കാനാവുള്ളൂ. അത് തീരുമാനിക്കുന്നില്ല എന്ന ഒരു സന്ദർഭത്തിലാണ് പാർട്ടിക്കകത്ത് തന്നെ VS നെ പോലെ ഒരു നേതാവ് ജനങ്ങളുടെ കൂടി അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അത് സത്യത്തിൽ അത്തരമൊരു നിലപാടിന് അത്തരമൊരു നില എനിക്ക് മുമ്പേ നേരത്തെ സംസാരിച്ച ഒരു മാന്യത അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു സേഫ്റ്റി വാൾവായിട്ട് പാർട്ടിക്ക് തന്നെ ഗുണം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ അഭിലാഷമാണ്, ജനങ്ങളെ അതിലൂടെ കെട്ടി നിർത്താൻ കഴിയും. അങ്ങനെ ഒരു സേഫ്റ്റി വാൾവായിട്ട് VS ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് ലോറൻസിൻ്റെ പാർട്ടിയും കരുതിപ്പോരുന്നത്. അതുകൊണ്ട് അവർ എത്ര തള്ളിപ്പറഞ്ഞാലും ഈ നമ്മൾ സാധാരണ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ കോഴിയെ ആട്ടിയ പോലെയാണെന്ന്. അത് വറ്റ് ഉള്ള കൈകൊണ്ട് കാക്കയെ കോഴിയെ കാട്ടുന്ന പോലെ അങ്ങ് കോഴി പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്ന പോലെ ഇവർ പുറത്താക്കും എന്ന് പറയുകയും അവരെ കൂടുതൽ ആവേശത്തോടെ അകത്താക്കുകയും ചെയ്യും. ഇത് പാർട്ടിയുടെ പുതിയ കാലത്തെ ഗ്ലോബലൈസേഷൻ്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ അടവ്, പുതിയൊരു കൗശലം മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് VS എന്നത് നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ. അത്തരത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിലുള്ള നേട്ടം എന്താ? സാമാന്യ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിലെ ചില പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ, ഒരുപക്ഷെ വ്യതിയാനങ്ങളോട് അത് കാട്ടുന്ന കൂറ്, അത് ഫയാസിനെ പോലെയോ ഫാരിസ് അബൂബക്കറെ പോലെയുള്ള ധനാഢ്യരോടോ അധോലോക സംഘങ്ങളോടോ കൊട്ടേഷൻ സംഘങ്ങളോടോ ഒക്കെ കാണിക്കുന്ന ചില മമതകൾ, ചില അവിഹിതമായ ഇടപെടലുകൾ, ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇത്തരം ഒരു നേതാവിലൂടെ എന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. ഒളിച്ചു വെക്കാൻ പലപ്പോഴും ഇത്തരം പാർട്ടികൾ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ജനപക്ഷ നേതാക്കൾ തുറന്നു കാണിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവർ ജനപക്ഷ നേതാക്കളാണ്. എന്നാൽ അതുകൊണ്ട് പാർട്ടിക്കകത്തെ വൈരുദ്ധ്യങ്ങൾ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അവർ എന്നത് ചില സന്ദർഭങ്ങളെങ്കിലും മറക്കാനാവുകയില്ല. ഇപ്പോൾ പാർട്ടി തന്നെ നേരത്തെ വിലയിരുത്തിയ വൈരനിര്യാതന ബുദ്ധിയുള്ള ഒരാളാണ് ഈ നേതാവ്. ഇതാണല്ലോ ലോറൻസ് സഖാവ് ഉൾപ്പെടെയുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ പാർട്ടിക്കകത്ത പ്രശ്നമാണ്. ജനങ്ങൾ യഥാർത്ഥത്തിൽ വിലയിരുത്തുന്നത് നിലവിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട് ജനവിരുദ്ധമായി തീരുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് പറയാൻ ആ പാർട്ടിക്കകത്ത് ചില ആളുകൾ ഉണ്ടാവുന്നു എന്നതാണ് പുറത്തു നിൽക്കുന്നവരുടെ ഒരു കാര്യം. ലോറൻസ്, ഇത് തന്നെയാണ് പാർട്ടിയിലെ ഔദ്യോഗിക നേതൃത്വം വലതുപക്ഷ വ്യതിയാനവും മുതലാളിത്ത സൗഹൃദവും പുലർത്തുന്നു എന്ന് ആരോപിച്ച് പാർട്ടിയുമായി അകന്നുപോയ ഒരു വലിയ ജനവിഭാഗത്തെ സ്വന്തം വിമർശനങ്ങളിലൂടെ പാർട്ടിയോട് ചേർത്ത് നിർത്താൻ VS അച്യുതാനന്ദന് സാധിക്കുന്നുണ്ട്, അത് പാർട്ടിക്ക് ഗുണകരമാകുന്നുണ്ട് എന്ന വിലയിരുത്തൽ, അതിനോട് CPM എങ്ങനെയാണ് പ്രതികരിക്കുക? ആസാദ് പറഞ്ഞത് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. ആസാദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ പാർട്ടി മുന്നോട്ട് പോയാൽ ഈ പാർട്ടിയുടെ സംഘടന അടിത്തറ മുഴുവൻ തകർന്ന് തരിപ്പണമായി തീരും. അവിടെ സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, വ്യക്തിക്ക് മാത്രമാണ്. വ്യക്തിയാണ് തിരുത്തലുവാദി. അദ്ദേഹം ശരിയായ നയത്തിന് വേണ്ടി നിൽക്കുന്നു. പാർട്ടി ആ വഴിക്ക് വന്നുകൊള്ളണം. എന്നാൽ പിന്നെ പാർട്ടിക്ക് കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പാർട്ടി കോൺഗ്രസിൻ്റെ ആവശ്യമില്ല. വ്യക്തി തീരുമാനിച്ചാൽ പോരെ. ഒരു സംഘടന ഫ്രെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആസാദ് പറയുന്നതിൽ ഒരുപാട് യുക്തി ഭംഗിയുണ്ട്. പറയുന്ന ഭംഗിയായിട്ട് ആസാദ് പറയും. എനിക്ക് നല്ലോണം ഞങ്ങൾ വലിയ സൗഹൃദമാണ്, ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. ആസാദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി. പക്ഷേ ആസാദിനെപ്പുറത്ത് കുറച്ചാളുടെ വിശ്വസിപ്പിക്കാം. പക്ഷേ ആ രൂപത്തിൽ കാര്യങ്ങൾ പോയാൽ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ കുത്തകയും ആസാദും അതുപോലത്തെ കുറേ ആളുടെ എടുത്തിട്ട് കാര്യമുണ്ടോ? പൊതുസമൂഹത്തെ കാണാത്ത പാർട്ടിയാണത്. പൊതുസമൂഹത്തെ കാണാതെ പ്രവർത്തിച്ചാൽ ഈ പാർട്ടിക്ക് ഭാവി ഉണ്ടാവുമോ? കാണുന്ന പാർട്ടിയാണ്. ആ ഭാവി കൂടി കണ്ടുകൊണ്ട് പൊതുസമൂഹത്തോട് കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ നയം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെന്ന് ആസാദ് വായിച്ചാൽ ആസാദിന് തൃപ്തിയാവാം, ആസാദിന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ആൾക്ക് തൃപ്തിയായെന്ന് വരാം. പക്ഷേ അത് പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. പൊതുസമൂഹം പൊതുവായിട്ടൊരു വാക്കുപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് വ്യാഖ്യാനിക്കുക, ഇഷ്ടമുള്ള നിലപാടിനെ
ന്യായീകരിക്കുക. അതാണ് ആസാദ് ചെയ്യുന്നത്. ശ്രീ എം ലോറൻസ്, ഇവിടെ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, 2009-ലും 2010-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടർച്ചയായി കാണുന്ന ഒരു പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടിടത്തുമുണ്ടായ പരാജയം 2011-ൽ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി നടത്തിയപ്പോൾ ഏതാണ്ട് വിജയത്തോട് അടുത്ത് നിന്ന ഒരു പരാജയം മാത്രമാണ് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് രംഗത്തെങ്കിലും വി എസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമാകുന്നുണ്ട് എന്ന പ്രതീതി അത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതിനോട് പാർട്ടി എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാനിപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചർച്ചയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള വൈരുദ്ധ്യത്തിനും ഞാൻ വഴിയൊഴുക്കുന്ന ആളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചയിലിരിക്കാൻ പോകാൻ പോലും പലതരത്തിലും യുക്തികൾ പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ പറയുന്നത് വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാനും കഴിയും. തൽക്കാലം അങ്ങനെയുള്ളൊരു വാദപ്രതിവാദം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത് നിശ്ചയമായിട്ടും ഇന്നലെ VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യത്തെ സ്വാഗതം ചെയ്യുന്ന വശമാണ്. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന വിധത്തിലാണ്. ഇപ്പോൾ വീണ്ടും പറയുന്ന കാര്യങ്ങൾ ആ വിധത്തിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമാണെന്നാണ് ആസാദ് വ്യാഖ്യാനിക്കുന്നത്. ആസാദ് വ്യാഖ്യാനിച്ചുള്ളൂ. പക്ഷേ പൊതുസമൂഹത്തെ കണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തിക്കുന്നത്. പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തും. പൊതുസമൂഹം ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കുന്നുള്ളൂ. അല്ലാതെ പൊതുസമൂഹത്തെ മുഴുവൻ തങ്ങൾ പറയുന്നത് അംഗീകരിപ്പിച്ച് കളയാം എന്ന തെറ്റിദ്ധാരണ ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല, വ്യക്തിക്കും ഉണ്ടാകാൻ പാടില്ല. ചില വ്യക്തികളങ്ങനെ കാണാറുണ്ട്. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. കുറച്ച് കാലത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് വരാം. അത്രേ ഉള്ളൂ. ഡോക്ടർ കെ ജെ ജേക്കബ്, ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് VS അച്യുതാനന്ദൻ വീണ്ടും ലാവ്ലിൻ കേസിന്റെ ആരോപണത്തെ ആവർത്തിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കുറ്റക്കാരനല്ല എന്ന് കീഴ്ക്കോടതി വിധിച്ചതിനെ സ്വാഗതം ചെയ്തപ്പോൾ തന്നെ മേൽക്കോടതി ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് VS അച്യുതാനന്ദൻ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? VS അച്യുതാനന്ദൻ ഇന്നലെ സ്വീകരിച്ച നിലപാട്, ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് രണ്ട് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ശ്രീ M ലോറൻസ് പറഞ്ഞതുപോലെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന CPM-ലെ ഔദ്യോഗിക വിഭാഗത്തെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വരെ VS അച്യുതാനന്ദനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അദ്ദേഹത്തിന് ആരാധകരായിട്ട് മാറുന്ന ഒരവസ്ഥ, അദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് VS വഞ്ചകനാണെന്ന് പറയുന്ന ഒരവസ്ഥ പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തെ സംബന്ധിച്ചത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരവസ്ഥയെ കണ്ടു കഴിഞ്ഞ് LDF ഒരു 15 സീറ്റിലേക്കൊക്കെ വരും എന്നുള്ളൊരു അസംഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ച് എൻ്റേതായ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് അതേസമയം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഈ LDF-ന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള, VS-നെ മുൻനിർത്തി LDF-നോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരെ സംബന്ധിച്ചെങ്കിലും ഒരു സംശയമുണ്ടായിരുന്നു. ഇന്നിപ്പം VS പഴയ പോലെ ആയ സ്ഥിതിക്ക് CPM-ൻ്റെ ഔദ്യോഗിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ നിലപാടുകൾ അവർക്ക് തുടരാം. VS-ന് ഇന്നലത്തെ പ്രസ്താവന വഴി VS-ൽ നിന്ന് അകലാൻ തയ്യാറെടുത്തിരുന്ന കുറേ ആൾക്കാർക്കെങ്കിലും വീണ്ടും VS-ലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വിചിത്രമായൊരവസ്ഥ. എങ്ങനെ കളിച്ചാലും CPM-ന് ലാഭമാകുമെന്നുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും CPM-ൻ്റെ രാഷ്ട്രീയവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സിൽ ഇപ്പോൾ കരുണാകരനും ആൻ്റണിയും തമ്മിൽ സ്ഥിരമായി ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അതിൻ്റെ താല്പര്യമുള്ളൂ. കരുണാകരൻ എന്ത് നിലപാടെടുത്താലും ആൻ്റണി എന്ത് നിലപാടെടുത്താലും നിലപാടെടുത്തില്ലെങ്കിലും പൊതുസമൂഹത്തിൽ താല്പര്യമില്ല. കോൺഗ്രസ്സുകാരും UDF ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സ്ഥിരമായി വോട്ട് ചെയ്യും. LDF-ൽ അതല്ല അവസ്ഥ. LDF-ൽ CPM-ൻ്റെ ഔദ്യോഗിക വിഭാഗം എന്നും അവിടെ തന്നെ ഉണ്ട്. VS അച്യുതാനന്ദൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM-ലെ കുറച്ച് ഭാഗവും പൊതുസമൂഹത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരുമാണ്. അവരെ പാർട്ടിയുടെ അടുപ്പിച്ച് നിർത്തണമെങ്കിൽ പാർട്ടിയെക്കുറിച്ച് പല സംശയങ്ങളും ഇപ്പം പാർട്ടി അന്വേഷണ കമ്മീഷൻ എന്നൊന്ന് പറഞ്ഞാലൊന്നും മനുഷ്യർക്ക് അത് ബോധ്യമാകുന്നില്ല, ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഇന്നലെ ഇപ്പം ഡോക്ടർ ആസാദിൻ്റെയും രമയുടെയും അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ പ്രതികരണം അത് തന്നെയാണത്. അപ്പോൾ അതിൽ ആ സംശയത്തെ അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു സ്പേസിലേക്ക് VS അച്യുതാനന്ദൻ വീണ്ടും വന്നു. ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ LDF എന്ന ലാഭകരമായ ഒരവസ്ഥയാണ് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അവസാനമായി കെ ജേക്കബ്, ഒരു കാര്യം കൂടി, ഈ വിരുദ്ധ നിലപാടുകൾ ഒരു സേഫ്റ്റി വാൽവ് എന്ന് ഡോക്ടർ ആസാദ് വിശേഷിപ്പിച്ചതും താങ്കൾ വിലയിരുത്തിയതും VS-നെ കുറിച്ചുള്ള VS പൊതുസമൂഹവുമായി സംവദിക്കുന്ന കാര്യമാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം വിരുദ്ധമായ പ്രസ്താവനകൾ എത്രത്തോളം VS-ന്റെ വിശ്വാസ്യതയെ ബാധിക്കും?
സേഫ്റ്റി വാൽവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സേഫ്റ്റി വാൽവ് അല്ലത്, അതൊരു സിമ്പലാണ്. അതായത് ഒരു 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 കാര്യത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് മാറി ഞാനില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവശേഷിക്കുകയാണ്. ആ പ്രശ്നം അവിടെ ഉള്ളിടത്തോളം കാലം വി എസ് തനി പാർട്ടിക്കാരനായി മാറി എന്നുള്ളതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കുന്നില്ല. വി എസിന് വിശ്വാസ്യത എന്നുള്ളത് ശരിക്കും നമ്മൾ അസസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏകദേശം 75 വർഷത്തോളം രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ തികച്ചും വിരുദ്ധമായ 2 പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതിലൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം ഉണ്ടാവാം. നമ്മൾ 2-3 ദിവസത്തേക്ക് കൂടെ നോക്കുക. വി എസ് അച്യുതാനന്ദൻ ഇനിയും ഇതിൻ്റെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഏതായിരിക്കും എന്നുള്ളത് കൂടി നോക്കി വേണം നമ്മളെ വിശ്വാസ്യതയെ വിലയിരുത്താൻ. ഇന്നലത്തെ പ്രസ്താവന, ഇന്നത്തെ പ്രസ്താവന, ഇനിയും ഇലക്ഷൻ ഇനിയും 2 ആഴ്ചയോളമുണ്ട്. അതിൽ അദ്ദേഹം തുടർന്ന് എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കും എന്നുകൂടി നമ്മൾ കണക്കാക്കി വേണം അദ്ദേഹത്തിന് വിശ്വാസ്യതയെ വിലയിരുത്താൻ. എനിക്ക് തോന്നുന്നത് CPM-നും പൊതുസമൂഹത്തിനിടയ്ക്കുള്ള സ്പേസ് വിട്ടുകളയാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറാവില്ല. അതിന് അദ്ദേഹത്തിന് വിശ്വാസം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മുൻപോട്ട് വീണ്ടും പറയും എന്നാണ് എൻ്റെ തോന്നൽ. റൈറ്റ്. വി എസിൻ്റെ തുടർ ദിവസങ്ങളിലുള്ള നിലപാടുകൾക്കായി കാത്തിരിക്കാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് MM ലോറൻസ്, ഡോക്ടർ ആസാദ്, KJ ജേക്കബ്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.